11ാമത് സംസ്ഥാന ബജറ്റിൻ്റെ പണിപ്പുരയിലാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. എല്ലാ ബജറ്റുകളുടെയും ഗർഭഗൃഹം തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഗസ്റ്റ് ഹൗസ് തന്നെ. ഒരു വശത്ത് വിശാലമായ അറബിക്കടൽ, മുറിക്കുള്ളിൽ കണക്കുകൾ, കേരളത്തിൻ്റെ ഭാവി പാകതയും നിർണ്ണയിക്കുന്ന കണക്കുകൂട്ടലുകളും കുറയ്ക്കലുകളും ഹരിക്കലും ഗുണിക്കലും. ഈ ബജറ്റ് നിർമ്മാണത്തിനിടയ്ക്കാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ കാണുന്നത്. എന്താണ് ബജറ്റിൻ്റെ സാരാംശം, എന്താണ് ബജറ്റിൻ്റെ കാഴ്ചപ്പാട്, എന്താണ് ബജറ്റിൻ്റെ രാഷ്ട്രീയം? ഡോക്ടർ തോമസ് ഐസക്കിലേക്ക് നമസ്കാരം. വളരെ രസകരമാണ് കേരളത്തിൻ്റെ ബജറ്റ്. പ്രത്യേകിച്ച് ഈ തവണ കേന്ദ്ര ബജറ്റ് വന്നതേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമാണ്. കേരളത്തിന് സ്വന്തമായിട്ടുള്ള റിസോഴ്സുകൾ വളരെ കുറവ്. ഇത് തിരഞ്ഞെടുപ്പിലേക്കുള്ള അവസാന വർഷം, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ തോമസ് ഐസക്ക് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? നേരിടുന്ന വെല്ലുവിളി നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് മതിയായ പണമില്ല എന്നുള്ളതാണ്, വരുമാനമില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഭാരമണതിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇപ്പം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, കണക്ക് കണ്ടിട്ട് പറയാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം നികുതിയുടെ കേരളത്തിൻ്റെ വിഹിതം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു. ഇതിനെതിരായിട്ടാണ് തിരുവനന്തപുരം മുതൽ നമ്മൾ സമ്മേളനങ്ങളൊക്കെ തുടങ്ങിയത്. അതിന് ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വലിയ തോതിൽ നികുതി കുറയുന്ന സംസ്ഥാനങ്ങൾക്ക് കമ്മി നികത്താൻ വേണ്ടി വലിയൊരു തുക വെക്കും. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞത് ഫിനാൻസ് കമ്മീഷനും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ അത് വെട്ടിക്കുറച്ചിരിക്കുക. അതുകൊണ്ട് 70,000 കോടി രൂപ കമ്മി നികത്താൻ വേണ്ടിയിട്ടും മറ്റുള്ള ഗ്രാൻറ്റുകൾക്ക് വെച്ചത് ഇന്നലെ ബഡ്ജറ്റ് നോക്കുമ്പോൾ അവർ നിർദ്ദേശിച്ചത് 30,000 കോടിയേ ഉള്ളൂ. കേന്ദ്ര ധനമന്ത്രിയുടെ ഒരു പ്രയോഗമുണ്ട്, ഫിനാൻസ് കമ്മീഷൻ തീർപ്പുകൾ സബ്സ്റ്റാൻഷ്യലി ഞാൻ എഗ്രി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏതാണ് നോൺ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളത്? നമുക്ക് വീണ്ടും നോക്കണേ, എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കുറയ്ക്കാനാണ്. അപ്പം പ്രസ്താവിക്കാത്തത് പരസ്യമായിട്ട് എൻ്റെ ഇതുവരെയും അത് ടേബിൾ ചെയ്തിട്ടില്ല. ഫിനാൻസ് കമ്മീഷൻ്റെ ഇൻ്ററിം റിപ്പോർട്ട് ടേബിൾ ചെയ്തിട്ടില്ല. അത് വരുമ്പോഴേ നമുക്ക് തീർച്ച പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളെ ഞെരുക്കാൻ പറ്റുമോ അതൊക്കെ നോക്കുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ 3 മാസം നമുക്ക് 35,000 കോടി രൂപ വേണം. ഈ മാർച്ച് 31 കടന്നു പോകണമല്ലോ. അതിലേതാണ്ടൊരു 12,000 കോടി രൂപ കേന്ദ്രം തന്നെ അങ്ങ് കുറച്ച് കളഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ നികുതി വരുമാനം കുറഞ്ഞത് അതിൻ്റെ പ്രശ്നവും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് 35,000 ചിലവാക്കാനുള്ളതിൽ ഒരു 15,000 കോടി ഇല്ലാതായാലും എങ്ങനെ ഭരണം നടത്താമെന്ന്. ഇത്തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത വർഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ അവസാന വർഷം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് ഫലപ്രാപ്തിയിലെത്തിക്കണം. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് കൂടുതൽ പണം വേണം, അതില്ലാതെ വന്നാൽ ബുദ്ധിമുട്ട് വരും. പുതിയതായിട്ടുള്ള വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ഈ അവസാന വർഷം പ്രഖ്യാപിക്കുന്നതിൽ എന്താ വലിയ അർത്ഥമുള്ളത്? നമ്മുടെ വാശി ചെയ്തുകൊണ്ടിരുന്നത് പൂർണ്ണതയിലെത്തിക്കാം. അപ്പോൾ അതിനുള്ളൊരു പണം ഒരു തടസ്സമാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്താണ് സൊല്യൂഷൻ? വലിയ പ്രയാസം സൊല്യൂഷൻ കണ്ടുപിടിക്കാനേ. ഇപ്പോൾ ബഡ്ജറ്റിലെ കണക്കുകൾ നേരത്തെ പറയാൻ പാടില്ലെങ്കിലും
കേന്ദ്ര സർക്കാർ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 5000 കോടി കുറവാണ്. ഇനി ചിലപ്പോൾ ഗ്രാൻഡിൽ നിന്ന് വലിയ മോഹം വെച്ചൊന്നും ഇല്ലാതായി. ഇനിയിപ്പോൾ അവർ വേറെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വരുമ്പോഴറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റൊക്കെ ഏതാണ്ട് ഉണ്ടാക്കി, പ്ലാൻ 2 ആഴ്ചക്ക് മുമ്പായി. പിന്നെ ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വരുമാനം കുറഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ ബഡ്ജറ്റിനെ രക്ഷിക്കാനായിട്ട്. ബഡ്ജറ്റിൽ ഇനി നികുതി നിർദ്ദേശങ്ങൾ പറയാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് നികുതി വരുമാനം ഗണ്യമായിട്ട് ഉയർത്തണം. GST പോയത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ബാക്കിയുള്ള ഇനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ആലോചനയാണ് സത്യം പറഞ്ഞാൽ ഈ അവസാനത്തെ ആഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നികുതി കൂടും എന്നാണോ? നികുതി വിഭവസമാഹരണം നടത്തേണ്ടി വരും. നല്ല നടത്താൻ പറ്റില്ല, നല്ല മുന്നോട്ട് പോകാൻ കഴിയില്ല. വിഭവസമാഹരണം നടത്തുന്നത് ഇനിയിപ്പോൾ വളരെ യൂട്ടോപ്യനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല. ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട എത്രയോ കാര്യങ്ങൾ, അവരുടെ ക്ഷേമ പെൻഷൻ, അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആശുപത്രി സൗകര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. നമ്മൾ 1 എടുത്താൽ 2 ഇവിടെ തിരിച്ചു വെക്കുന്നുണ്ട്. അത്രയും പുറത്തുനിന്ന് ബഡ്ജറ്റിന് പുറത്ത് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്നാലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അധിക വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ ഒരു അകൽച്ചയാണ്. പക്ഷേ കൂടുതൽ വേണം താനും. കഴിഞ്ഞ UDF സർക്കാർ കേരളത്തിനെ മാതൃകയായിട്ട് വെച്ചത് നോർഡിക് രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അതുപോലെ സാമൂഹ്യക്ഷേമ സൗകര്യങ്ങൾ കേരളത്തിലുണ്ടാവണം. ഇതിൻ്റെ ഗുണനിലവാരം അത് അങ്ങനെയാണ് ഈ നോർഡിക് രാജ്യങ്ങൾ കേരളത്തിൽ പ്രസിദ്ധമായത്. എനിക്കും ഞാനൊരു അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിൽ. പക്ഷേ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം. അവിടുത്തെ ജനങ്ങളുടെ വരുമാനത്തിൻ്റെ 40 മുതൽ 50% വരെ സർക്കാർ നികുതിയായിട്ട് എടുക്കും. എടുത്തതിന് ശേഷം ഈ പറഞ്ഞ കംപ്ലീറ്റ് സെക്യൂരിറ്റി സർക്കാർ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ വരുമാനത്തിൻ്റെ 15% കേന്ദ്രവും സംസ്ഥാനവും കൂടി പിരിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് നോർഡിക് രാജ്യങ്ങളിലെ പോലെ നമുക്ക് സൗകര്യങ്ങൾ വേണമെന്നാണ് നമ്മുടെ ആദർശം. ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വേണ്ടത്ര ആളുകൾ മനസ്സിലായിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ഒരു വിഭവ സമാഹരണം അനിവാര്യമാണ്. അല്ലെങ്കിൽ നമുക്കിത് ബഡ്ജറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഐസക്കിൻ്റെ ബജറ്റുകൾ നമുക്ക് ഓരോ മന്ത്രിക്കും ആ മന്ത്രിയുടെ പ്രൊഫൈൽ ആ ബജറ്റിൽ പ്രതിഫലിക്കും. ഇപ്പം KM മാണിയാണെങ്കിലും മുൻ ധനകാര്യമന്ത്രിമാരൊക്കെയും 11ാമത്തെ ബജറ്റാണ് കേരളത്തിൻ്റെ 11ാമത്തെ ബജറ്റ്. ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ 10 ബജറ്റുകൾ അതിലെ ഒരു ഐസക് ടച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഐസക്കിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ജനകീയാസൂത്രണം വരുന്നു. അതിൻ്റെ ഇങ്ങനെ ഊടും പാവുമൊക്കെ ഐസക്ക് തന്നെയാണ് നെയ്തെടുത്തത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ നമ്മളൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനൊക്കെ ഇങ്ങനെ ഐസക്കിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാനിംഗ് ബോർഡിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നമ്മൾ പലതവണ അവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കേരളം മുഴുക്കെ നടന്ന് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേ ഇങ്ങനൊരു ജലസംഭരണി ഉയരുന്നു. പഞ്ചായത്തിൻ്റെ വകയാണത്. അതൊക്കെ ജനകീയാസൂത്രണത്തിൻ്റെ ദൃശ്യമായ ഫലങ്ങൾ, ടാഞ്ചിബിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം, സ്പർശിക്കാം. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമായിരുന്നു ജനകീയാസൂത്രണം എന്ന പ്രസ്ഥാനം. അത് ഈ കഴിഞ്ഞ 10 ബജറ്റുകളിൽ അതിൻ്റെ ലാഞ്ചന ഉണ്ടായിരുന്നിട്ടുണ്ടോ? എല്ലാ ബഡ്ജറ്റിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരും. പക്ഷെ തുടർച്ചയുള്ള ഒന്നുണ്ട്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അധികാര വികേന്ദ്രീകരണം, അതിനെങ്ങനെ മെച്ചപ്പെടുത്താം. അപ്പോൾ അതിനൊരു
കൃത്യമായ തുടർച്ചയുണ്ട്. പക്ഷേ എങ്കിലും തുടർച്ചയുണ്ടെന്ന് പറയുമ്പോൾ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ വിചാരിച്ച സ്പീഡിലാവണില്ല. തുടർച്ചയുണ്ട്. നമ്മൾ അയ്യോ ഇത് നന്നാവില്ല എന്നും പറഞ്ഞ് വിട്ടുകളയുന്ന പ്രശ്നമില്ല. സത്യം തുറന്നു പറഞ്ഞാൽ കേരളത്തിൽ ഒരു 200 പഞ്ചായത്തുകൾ എന്താണോ അധികാര വികേന്ദ്രീകരണം കൊണ്ട് നേടാൻ പറ്റുമെന്ന് കരുതിയത് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 200 എണ്ണം ശുദ്ധ കളവുകൾ കാണിക്കുന്നു. എങ്ങനെ അഴിമതി കാണിക്കാം, ഇതിനെ ദുരുപയോഗപ്പെടുത്താം അധികാരം കിട്ടിയതിന്. ബാക്കിയുള്ളൂ ഇത് ഇടയ്ക്കുകയാണ് ഒരു ആവറേജ് ലൈനിൽ. അപ്പം ഞാൻ എപ്പോഴും കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്നൊരു 400 അല്ല അതെ 600 പേരുണ്ട്. അവരെ എങ്ങനെ മുകളിലുള്ള 200ലേക്ക് തള്ളിക്കയറ്റാം? അതിനെ പ്രചോദിപ്പിക്കാൻ പറ്റണം. ഇതിൻ്റെ സാധ്യതകൾ എന്ത് എന്ന് തെളിയിച്ചിട്ടുള്ള പഞ്ചായത്തുകളുണ്ട്. അതിലേക്ക് ബാക്കിയുള്ളവർ ഉയർത്തണം. അതിന് ഞാൻ എപ്പോഴും കരുതിയിട്ടുള്ളത് ജനകീയ ആസൂത്രണത്തിൻ്റെ കാലത്തെന്ന പോലെ വലിയൊരു ജനകീയ പ്രസ്ഥാനം വീണ്ടും വേണം. ഇത് എപ്പോഴും പറയുമെങ്കിലും അങ്ങ് പ്രാവർത്തികമാറില്ല. ഒന്ന് ഒരു ശരിയുണ്ട്, പാല് പിരിഞ്ഞാൽ വീണ്ടും പാലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വീണ്ടും രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഒരു വശത്ത്. അതുകൊണ്ട് ഈ സർക്കാർ വന്നിട്ടും ഈ മിഷനുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇതിനെ സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കരുതിയെങ്കിലും മിഷനുകളൊക്കെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ജനകീയത മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ജനപങ്കാളിത്തം ഇനിയും ഉണ്ടാക്കേണ്ടതുണ്ട്, വേണ്ടത്രയില്ല, പോരാ. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഒരു അവസാനത്തെ ഒരു വർഷത്തെ ഇനി ഒന്നും കൂടി ഉണ്ടെങ്കിൽ ഇതല്ലേ പ്രായോഗികമായിട്ടുള്ളത്. ഈ അവസാന വർഷത്തിന് പരിമിതിയുണ്ട്. ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, പുതിയ ആൾക്കാർ വരാൻ പോകുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് ഒട്ടനവധി കരുക്കൾ വന്നിട്ടുണ്ട്. പലതും മുഖ്യമന്ത്രി തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഒന്ന്, നമുക്കായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ താഴ്ത്തു നിന്നു. 2, നമ്മുടെ പുഴ ഇനി ഒഴുകട്ടെ ഹരിത മിഷൻ്റെത് 80,000 കിലോമീറ്റർ തോടുണ്ട്. അതിൽ 25,000 അടുത്ത വേണമെന്ന് ഈ വർഷമൊക്കെ ഒന്ന് ജനകീയമായിട്ട് തൊഴിലുറപ്പും കൂടി ബന്ധപ്പെടുത്തി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ? കേരളത്തിലെ പകുതി മതി സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ? നമുക്ക് 1 കോടി ഫലവൃക്ഷങ്ങൾ നട്ടുകളയാന്ന് അതിന് കേൾക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ, ഒരു പഞ്ചായത്തിൽ 5 പേർക്ക് വെച്ച് തൊഴിൽ കൊടുക്കും. 1000 പേർക്ക് 5 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പരിപാടി വേണം. പ്രായോഗികം 1.5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ളതാണ്. നമ്മുടെ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളൊക്കെ വഴി ജനകീയാസൂത്രണ കാലത്തിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കലാവും. ഇതെല്ലാം ചേർക്കണം. നമുക്ക് രണ്ടാമതൊരു ഇളക്കം ഉണ്ടാക്കാൻ പറ്റും. ഈ വേനൽക്കാലത്തും അടുത്ത വേനൽക്കാലത്തുമായിട്ട് അടുത്ത പഞ്ചായത്ത് വരുമ്പോൾ അവരിതിലേക്ക് അങ്ങ് ഇറക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു തുടർച്ച ഈ ബഡ്ജറ്റിൽ ഇവിടെ നമ്മൾ വീണ്ടും ഒന്ന് കൂട്ടിക്കെട്ടെ, ആ തുടർച്ചയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളത്തിൽ ഒരു പച്ചപ്പ് കാണുന്നത്, കേരളത്തിലെ വികസന പ്രവർത്തനം എന്ന് എണ്ണിപ്പറയാവുന്ന കാര്യങ്ങൾ നടക്കുന്നത് കിഫ്ബിയുടെ നേതൃത്വത്തിലാണ്. അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നതുമല്ല. അതാണ് നമ്മൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടേ ഈ പശ്ചാത്തല സൗകര്യ സൃഷ്ടിക്ക് ബഡ്ജറ്റിൽ നിന്ന് പണം നീക്കി വയ്ക്കാൻ വലുതായിട്ടുണ്ടാവില്ല. അത് UDF സർക്കാരായാലും LDF സർക്കാരായാലും ഒരുപോലെയാണ്. കാരണം കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം അതാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കുറച്ച് തുക മാറ്റിവെക്കും. നമ്മുടെ
സംസ്ഥാനത്തെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 1%, 1.25%, അത്രേ ഉള്ളൂ. നമ്മൾ ഏതാനും വർഷമെങ്കിലും 1%-ത്തിൽ നിന്ന് ഒരു 5%-ലേക്ക് കുതിച്ച് ചാടിയാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ ക്യാപിറ്റൽ ഡെഫിസിറ്റ് എന്ന് പറയും, ഈ 4 പതിറ്റാണ്ട് കാലം ഈ പശ്ചാത്തല സൗകര്യങ്ങളിൽ വേണ്ടത്ര മുടക്കാത്തതുകൊണ്ട് നമ്മുടെ റോഡുകൾ, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും പുറത്തുള്ളവരെക്കാൾ എത്രയും മോശം. ആളുകൾ പെട്ടെന്ന് ഫീൽ ചെയ്യും തമിഴ്നാട്ടിലെ റോഡും നമ്മുടെ റോഡും തമ്മിൽ. ഇത് ഓരോ റോഡ് മാത്രമല്ല, സകലതും. റെയിൽവേ എന്താ സ്ഥിതി, നമ്മുടെ കനാലിൻ്റെ കിടപ്പ് എന്താ, വൈദ്യുതി, ഇങ്ങനെ ഓരോ പ്രശ്നത്തിലും. അപ്പോൾ ഇത് മുതൽമുടക്ക് വേണം. അപ്പോൾ വലിയൊരു പ്രഹേളികയായിട്ട്, ഒരു വിധിവൈപരീത്യമായിട്ട് പലരും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്കിതിലൊക്കെ ചെയ്യണോ, കേരളത്തെ പുതിയൊരു വിധാനത്തിലേക്ക് ഇനി ഉയർത്തണോ, നിങ്ങളുടെ ഈ ക്ഷേമ പരിപാടിയൊക്കെ തൽക്കാലം ചൊല്ലിടണം, നിങ്ങളുടെ സ്കൂളും ആശുപത്രിയൊക്കെ സ്വകാര്യവൽക്കരിക്കണം, സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങണം, എന്നിട്ട് ഇവിടെ മുടക്കണം, എന്നാലേ പണം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളതിന് ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെന്താ വഴി? ബഡ്ജറ്റിൽ വായ്പ എടുക്കണമെങ്കിൽ കേന്ദ്രം സമ്മതിക്കത്തില്ല. അപ്പോൾ കണ്ടുപിടിച്ച ഒരു സൂത്രമാണ്, അത് കഴിഞ്ഞ നമ്മുടെ മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ്. 5000 കോടിയുടെ പാക്കേജ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് അന്ന് തീരുമാനിച്ചു, നമ്മൾ ഈ പാക്കേജ് പ്രഖ്യാപിക്കാൻ പോയിരുന്നു. പക്ഷെ പ്ലാനിനൊന്നും വെക്കാൻ പറ്റത്തില്ല. അത് വരും, നമ്മുടെ റിസോഴ്സ് എത്രയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കാം. പ്ലാൻ ഉണ്ടാക്കി ബഡ്ജറ്റും തയ്യാറായി എല്ലാം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിലാണ് ഞാൻ 5000 കോടി ഇതിലൊന്നും പെടാത്തങ്ങ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പലരും സ്റ്റണ്ടായി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇതെന്താണ് ഈ ചെയ്യുന്നത്? നത്തിങ് വിൽ ഹാപ്പൻ. ഇറ്റ് വാസ് ഒരു അടുത്തൊരു 3-4 കൊല്ലം 5 കൊല്ലത്തേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോയിക്കോളും, നിങ്ങൾ അറിയത്ത് പോലും ഇല്ല, നിങ്ങൾ പോയിക്കോളും. ഒരു പ്രശ്നമില്ല. UDFൻ്റെ കാലത്താണ് പ്രഖ്യാപിച്ചതൊക്കെ ഉദ്ഘാടനം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് അവസാന ബഡ്ജറ്റിൽ പറഞ്ഞതാണ്, കേരളത്തിന് ഒറ്റ മാർഗമുള്ളൂ, പുറത്ത് ഒരു നിധി രൂപീകരിച്ച് ആ നിധി വഴി വലിയ തോതിൽ പണം സമാഹരിക്കണം. അപ്പോൾ ആ നിധിക്ക് എല്ലാ വർഷവും ബഡ്ജറ്റിൽ നിന്ന് പഞ്ചായത്തിന് പണം കൊടുക്കുന്ന പോലെ പണം കൊടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിയമപ്രകാരം കൊടുക്കും. ഇപ്പോൾ നമ്മുടെ മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കും. അവർക്ക് ഞങ്ങളുടെ ഈ ഭാവി വരുമാനം ഉണ്ട്, ഇതാണ് കൃത്യം, അതിനടിസ്ഥാനത്തിൽ നിങ്ങൾ വായ്പതാ എന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് വായ്പ എടുക്കുകയും ഈ പണം കൊണ്ട് തിരിച്ചടക്കാനും പറ്റും. അപ്പോൾ ഭാവി ബാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 20 വർഷം മുമ്പ് ഇതിൻ്റെ ഗുണം കേരളത്തിൽ കിട്ടും, അതിൻ്റെ ഫലം വളർച്ചയിലും ഉണ്ടാവും. അപ്പോഴാണ് പുതിയൊന്നും വേണ്ട. കേരളത്തിൽ ശിവാസവൻ്റെ കാലത്തുണ്ടാക്കിയാണ് കിഫ്ബി, അതിങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. അതെടുത്ത് തട്ടി പൊടികളെല്ലാം കളഞ്ഞ് റെഡിയാക്കി ഇറക്കി. അതിൽ KM എബ്രഹാം, ഇതാരും സാധാരണ ഫിനാൻസ് സെക്രട്ടറിമാരൊന്നും സമ്മതിക്കത്തില്ല ഇത്തരം പണികളൊന്നും. സത്യം പറഞ്ഞാൽ ഇതിനെ രൂക്ഷമായി എതിർക്കുന്നവരാണ് എൻ്റെ ഫിനാൻസ് ബ്യൂറോക്രസി എന്ന് പറയാം. ഇത്തവണ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നമ്മളെ ഉന്നം വെച്ചൊരു കാര്യം ചെയ്തിട്ടുണ്ട് അവർ. കിഫ്ബിയെ തന്നെ ഉന്നം വെച്ചിരിക്കുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നാളെ പണം കൊടുക്കേണ്ടി വരാവുന്ന തുകകൾ ബഡ്ജറ്റിന് പുറത്താണെങ്കിലും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ലിസ്റ്റ് ചെയ്യണമെന്ന് പറയാനാ. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം കൊണ്ടുവരാനാ. അപ്പോഴത്തേനും നമ്മൾ ചെയ്തു തീർത്തിരിക്കും, ഈ കടമ നമ്മൾ കടന്നിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം, ഇപ്പോൾ KM എബ്രഹാം ആയിരുന്നു ഫിനാൻസ് സെക്രട്ടറി. അദ്ദേഹം ഇങ്ങനത്തെ ഒരു സമീപനത്തോട് പൂർണ്ണ യോജിപ്പാണെന്ന് മാത്രമല്ല, ഒരുപാട് സാങ്കേതികത്വമുണ്ട്. അത് നമ്മൾ എക്കണോമിക്സ് പഠിച്ചെന്നുള്ളതുകൊണ്ട് അറിയത്തില്ല. ഒരുപാട് അദ്ദേഹം സെബിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരുപാട് ന്യൂആൻസസ് മുഴുവനും അറിയാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ഇത് 1-ാം വർഷം തന്നെ അങ്ങ് റോൾ ഔട്ട് ചെയ്ത് ചെയ്യാൻ പോണ കാര്യമൊക്കെ അപ്പം തന്നെ പറഞ്ഞു തീർത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് സെറ്റപ്പാക്കാൻ 2 വർഷം 3 വർഷം എടുക്കുമെന്ന് അറിയാമെന്ന്. ഇതറിയാൻ പിറ്റേ ദിവസം പറഞ്ഞാൽ ചിലതൊക്കെ നടപ്പാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നടപ്പായില്ലെങ്കിലും തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള സമ്പദ്ഘടനയുടെ ഉത്സാഹം ചെറുതല്ല, പ്രതീക്ഷ ചെറുതല്ല. ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത 2 ഡസൻ ബഹുരാഷ്ട്ര കമ്പനികൾ ഇവിടെ വന്ന് ഒരു 10,000 ചതുരശ്ര അടി 20,000 ചതുരശ്ര അടി സ്ഥലം എടുത്ത് കാര്യങ്ങൾ ചെയ്ത് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ്, ഇവർ ഈ പറഞ്ഞ പോലെയാണോ ആളുകൾ എന്ന് നോക്കി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വി ആർ ഫോളോയിങ് ഇറ്റ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകതയുണ്ട്, എത്തുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ തുടർച്ചയുണ്ട് ഈ കാര്യങ്ങൾക്ക്. അത് അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വേറൊരു ഗെയിം ചേഞ്ച് ഇതിൽ വന്നിട്ടുണ്ടെന്ന്. നാട്ടിലുമുണ്ട് ഇതിൻ്റെ ഒരു പ്രതികരണം, ഒരു പ്രതീക്ഷ. കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കണക്കാണ് ഞാൻ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ കിട്ടിയത്. CSOൻ്റെ ഇതൊക്കെ 4.9% വെച്ചാൽ കേരളം UDFൻ്റെ കാലത്ത് വളർന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 7% വെച്ച് വളർന്നിരുന്നു കഴിഞ്ഞ 3 വർഷം. ഈ വർഷം കുറഞ്ഞിട്ടുണ്ടാവും, കണക്ക് വന്നിട്ടില്ല. അഖിലേന്ത്യാ വളർച്ചയുടെക്കാൾ മുകളിലാണ് കേരളം വളർന്നിരിക്കുന്നത്. അങ്ങനെ വളരാനായിട്ട് കേരളത്തിൽ എന്തുണ്ടായി? ഇതാണ് കെയ്ൻസ് പറയുന്ന ആനിമൽ സ്പിരിറ്റ്സ്. കോൾഡ് കാൽക്കുലേഷനൊന്നുമല്ല. നമ്മൾ മുതലാളിമാരെ കുറിച്ചും ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഭയങ്കരം കൃത്യമായിട്ട് കണക്ക് കൂട്ടി അരിക്കാലിക്കാൽ സംരംഭം, അങ്ങനെയൊന്നുമല്ല. മനുഷ്യന്മാരാണെന്ന് ഒരു 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 ആവേശത്തിമിർപ്പിൽ എന്തിനാ ഈ ആനിമൽ സ്പിരിറ്റ്സ് എന്ന് വിളിച്ചെന്നിരിക്കുന്നത്. റാഷണൽ എക്കണോമിക് മനുഷ്യനായിട്ടല്ല പെരുമാറുന്നത്. ഇത് ഡ്രിവൺ ബൈ ഒരു ആവേശം കൊണ്ടാണ്. സോ ഞാൻ നോക്കിയിട്ട് ഇത് ഇങ്ങനെയുള്ള ഈ ഇടപെടലുകളല്ലാതെ വേറൊന്നും കാണാനില്ല. സോ കേരള സമ്പദ്ഘടന ഈ വർഷം വലിയ ഇടിവുണ്ടാവുമെങ്കിലും നമ്മളെടുത്ത അന്ന് കയറിയപ്പോൾ തന്നെ അത് എന്താണ് എന്നെ പ്രകോപിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. മാന്യവിരുദ്ധ പാക്കേജ് എന്നാണ് പറയുന്നത്. മാന്യം ഇപ്പോഴല്ലേ വന്നിരിക്കുന്നത്. ബട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഇന്ത്യയിലെല്ലാം ഒന്നും മാന്യം ഉണ്ടാവില്ല, കേരളത്തിൽ വരും, ഈ ഗൾഫുകാരെ തിരിച്ചു വരും. അന്നത്തെ ഒരു വരവിൻ്റെ എണ്ണം അത് ആ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഇരുദയരാജൻ്റെ എസ്റ്റിമേറ്റ് പേടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വരും എന്ന് വിചാരിച്ചിട്ടാണ് മാന്യവിരുദ്ധ പാക്കേജ്, 2ാം മാന്യവിരുദ്ധ കിഫ്ബി ഉപയോഗിച്ച് നടത്താൻ തീരുമാനിച്ചു. സോ ഈ പച്ചപ്പുണ്ട്. ഇതൊക്കെ സർക്കാർ ധനകാര്യത്തിനുള്ളിലുള്ള ചില ഞെരുക്കങ്ങൾ, പിടിവലികൾ, നുറുക്കങ്ങളാണ്. പുറത്ത് അതല്ല. കിഫ്ബിയുടെ കാര്യം പറയുമ്പോഴേ ഈ കഴിഞ്ഞ 1-2 വർഷമായി കിഫ്ബിയുടെ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയമായിട്ട് മാറിയിരിക്കുന്നത്. കിഫ്ബിക്ക് അങ്ങനെ രാഷ്ട്രീയമുണ്ടോ? പുറത്തുനിന്ന് വരുന്ന റേറ്റിംഗ് ഏജൻസികളെ, ഞാൻ ഈ റേറ്റിംഗ് ഏജൻസികൾ മുറിയിലിരുന്ന് കണക്ക് കൂട്ടുന്നിരുന്നതെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയല്ല, അവരിതിൻ്റെ കുത്രാപ്പെട്ട ആളുകളുടെ ക്രെഡിബിലിറ്റി, അവരുടെ അറിവ്, ഇതൊക്കെ പരിശോധിക്കും. അപ്പോൾ ഓരോ റേറ്റിങ്ങിനും ഞാനോട്ട് 1-2 സെഷൻസ് ഉണ്ട്. എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇതിന് രാഷ്ട്രീയ തുടർച്ചയുണ്ടാവും. നിങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ വേറൊരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ഇത് തുടരും. ഞങ്ങളുടെ ക്ലയൻസിനോട് എന്തു പറയും? പുറത്തുനിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഉത്തരം, ഈ ഇവിടെ കിടന്ന ബഹളമൊന്നും കണ്ടിട്ട് ആരും തെറ്റിയിരിക്കണ്ട. ഇത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇങ്ങനെയാണല്ലോ. നിരന്തരം പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് അതിന്. പക്ഷേ ഇത്രയും വിവാദം നടന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്തോ അല്ലാതെയോ ഒരാക്ഷേപം കണ്ടുപിടിക്കും.
ഞങ്ങളോട് രാഷ്ട്രീയ വിവേചനം നടത്തിയെന്ന് കാണാൻ പറ്റില്ല. നോബഡി. കാരണം അങ്ങനെയാണ് ഇത്ര കുട്ടികളെ പഠിക്കുന്ന എല്ലാ സ്കൂളുകളും, എല്ലാ താലൂക്ക് ആശുപത്രികളും, എല്ലാ ആർഒപികളും, പിന്നെ തീരദേശത്താണോ അത് തീരദേശ റോഡുണ്ടാവും, മലയോരത്താണോ ഏത് മണ്ഡലമായിട്ടും മലയോര റോഡുണ്ടാവും. ഇങ്ങനെയാണ് ഭൂരിപക്ഷവും പോയിട്ടുള്ളത്. ഇപ്പം ജനങ്ങൾക്ക് മുഴുവൻ ഇതറിയാം. നാളെ ഭരണം മാറേണ്ടി വന്നാൽ ജനം സമ്മതിക്കുമെന്ന് ഇത് മാറാനായിട്ട് ജനപ്രതിനിധികൾ തയ്യാറാവുമോ? ഏറ്റവും നല്ല ഉദാഹരണം ജനകീയാസൂത്രണമാണ്. ജനകീയാസൂത്രണം നടപ്പാക്കിയ കാലത്ത് വലിയ വിമർശനമായിരുന്നു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിൻ്റെ. താഴെത്തട്ടിൽ കോൺഗ്രസ്സുകാർ ഈ പണിക്കും പോകുന്നു. അതിന് ഉതകുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത്. ജനകീയാസൂത്രണത്തിൽ ഒരു വേദിയും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? സർക്കാർ മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് ജനകീയാസൂത്രണത്തിൻ്റെ കഥ തീരുമെന്നാണ്. ഇല്ലല്ലോ, ഒന്നും മാറ്റിയില്ല. അതിനൊരു കാരണം ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാലേ കക്ഷി രാഷ്ട്രീയത്തിലധികം ജനങ്ങൾക്ക് ഇത് വേണം. അതാണ് അത്. ഈവൻ ഫണ്ട് വിതരണത്തിൽ പോലും കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ പഞ്ചായത്തുകൾക്കും. അതിന് കാരണക്കാരൻ എസ് എം വിജയാനന്ദ, സംശയമില്ല. മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ, അദ്ദേഹത്തിൻ്റെ ആ പങ്കുവെക്കൽ, അത് സംബന്ധിച്ചുണ്ടാക്കിയ ചട്ടങ്ങൾ എല്ലാം കീറുകൃത്യമായിരുന്നു. അദ്ദേഹം ജനകീയാസൂത്രണത്തിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ഒരു ദൈവദൂതൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മുടെ ഒരു തുടർച്ചയുണ്ടാവുമോ ഈ കാര്യങ്ങൾക്ക് എന്നുള്ളതിന് ഉത്തരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരോട് പറയാൻ, നിങ്ങൾ വിവാദമൊക്കെ ഒരു വഴിക്ക് നടക്കും, പക്ഷേ ഇതിൽ ഏത് രാഷ്ട്രീയ മുന്നണി ഭരിച്ചാലും ഇതിന് മാറ്റം ഉണ്ടാവില്ല. ഇതിൻ്റെ സാധ്യത ജനം കാണും. ജനങ്ങൾക്കിത് വേണം. ഇപ്പോഴും ഈ വിമർശനമൊക്കെ അടക്കുമ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് കൂടി വേണം കേട്ടാ എന്നാണ് എല്ലാവരും പറയണത്. ഈ വിമർശകർ തന്നെ അത് ഈ വിമർശനം നടത്തുന്നത് അത് രാഷ്ട്രീയം, ഇത് വേറെ, ഇത് ഞങ്ങളുടെ അവകാശം. ആയിക്കോട്ടെ, നിങ്ങളുടെ അവകാശം തന്നെ, എനിക്ക് തർക്കമൊന്നുമില്ല. നടക്കാത്ത കാര്യമാണെങ്കിൽ അവകാശം പറയേണ്ട കാര്യം എന്ത്? പക്ഷെ അതൊന്നും ഞാൻ തർക്കിക്കാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഒരു ആങ്സൈറ്റി അവർ പറയുന്നത് ഈ പണം എങ്ങനെ തിരിച്ചു കൊടുക്കും? അടുത്ത ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആണെങ്കിൽ അത് UDF ഗവൺമെൻറ്റിൻ്റെ തോളിൽ വരുന്ന ഒരു ബാധ്യതയാവില്ലേ എന്നാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ചില പ്രധാനപ്പെട്ട നേതാക്കൾ മൈതാനത്തിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ പറയും, ഇവർക്ക് ഇത്ര പേടിയാണെങ്കിൽ മാറി നിൽക്കും, ഞങ്ങൾ ഇനിയും ഭരിച്ച് കാണിച്ചു തരാം എന്നാ ഞാൻ പറയാം. പക്ഷേ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു നിയമം പാസ്സാക്കി, അത് ഏകണ്ഠമായി പാസ്സാക്കിയ നിയമമാണ് UDFും കൈപൊക്കി. അതുപ്രകാരം എല്ലാ വർഷവും കിഫ്ബിക്ക് മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കണം, പെട്രോളിൻ്റെ സെസ്സും കൊടുക്കണം. ആ തുക കൊടുത്താൽ മതി എടുക്കണ വായ്പ. 50,000 കോടി വായ്പ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ 50,000 കോടിയുടെ വായ്പയുടെ മുതലും പലിശയും തിരിച്ചടക്കാൻ എന്ന് കൃത്യമായിട്ടുള്ള അസറ്റ് ലയബിലിറ്റി മോഡൽ വെച്ച് നിയമസഭയിൽ അതിലളിതമായിട്ടുള്ള ഒരു രീതിയിൽ കണക്ക് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ നമ്മൾ ഒരുതപ്പെട്ട എല്ലാ ഫാക്ടേഴ്സും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഇന്ന മാസം എത്ര കൊടുക്കേണ്ടി വരും, എത്ര കയ്യിലുണ്ടാവും, അതനുസരിച്ച് നമ്മൾ വായ്പ അറേഞ്ച് ചെയ്യാം. ഇത് കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് ഈ സർക്കാർ ബോർഡ് ഞാൻ കേൾക്കുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവരും സ്വന്തമായിട്ടുള്ള സ്റ്റാൻഡിംഗ് ഉള്ള മുഖ്യമന്ത്രി, ഞാനുള്ള രാഷ്ട്രീയക്കാർ, പിന്നെ സെക്രട്ടറിമാർ 2 പേരുണ്ട്, ബസ്. ബാക്കിയൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അപ്പം അവർക്കൊക്കെ ഇങ്ങനെ അവരുടെ മുമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ മോഡൽ മുഴുവൻ അവതരിപ്പിച്ചു. ടോട്ടലി ഇൻ അഗ്രിമെൻറ്റ്. ഒറ്റ വഴിയുള്ളൂ ഇതിന് തോൽപ്പിക്കാൻ. നിങ്ങളിങ്ങനെ 50,000 എന്ന് പറഞ്ഞു, നമുക്കൊരു 50-60 വരെയൊക്കെ പോവാം. അത് വിട്ടിട്ട് ഇത് ഇഷ്ടം പോലെ കൊടുത്തു കളയാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ കാലമല്ലേ, ഇപ്പോൾ ഒരു വർഷം കൂടി ഉള്ളൂ, എന്നാൽ നമുക്കൊരു 20,000 കൂടി കൊടുത്തു കളയാം എന്നും പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പോയാൽ അതുകൊണ്ട്
ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ ഒന്നും കിഫ്ബിയിൽ പ്രഖ്യാപിച്ചില്ലല്ലോ. ഈ ബഡ്ജറ്റിലും ഉണ്ടാവില്ല, ഉറപ്പ്. നോ, ഇതൊരു മണി ചെയിൻ പരിപാടിയല്ലെന്ന്. ഇങ്ങനെ പ്രഖ്യാപിക്കുക, കടമെടുക്കുക, കടം കൊടുക്കാൻ വേണ്ടി വേറെ കടം കൊടുക്കുക, ആ പരിപാടിയല്ല. ഇതൊക്കെ സിങ്കിങ് ഫണ്ട്. സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും ഒരു തുക, വർദ്ധിക്കുന്ന തുക കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ തുക ഒരു 15 വർഷത്തെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുതലും പലിശയും തിരിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് സെൽഫ് ലിക്വിഡേറ്റിംഗ് മോഡൽ. കിഫ്ബിയെക്കുറിച്ച് പരാമർശം ഉണ്ടാവും, പക്ഷെ ഒരു പുതിയ പ്രൊജക്റ്റും ഇല്ല. കിഫ്ബിയുടെ നേട്ടങ്ങൾ, ചെയ്യണ കാര്യങ്ങൾ അത് വിവരിക്കും, പക്ഷേ പുതിയ പ്രൊജക്റ്റുകളൊന്നും പ്രഖ്യാപിക്കില്ല. ഇല്ല, ബഡ്ജറ്റിന് പുറത്തുമില്ല. വളരെ കർശനമായിട്ട് എതിർത്ത് നിൽക്കും. വലിയ ടെംപ്റ്റേഷനാണ്. പലരും പറയും ഇത് അവസാന വർഷമല്ലേ, നിങ്ങൾക്കെന്തിനും ഇത്ര വേറാതിപ്പെടാൻ, അത് ഭാവിയിലുള്ളവർ നോക്കേണ്ട കാര്യമല്ല. ഇല്ലെന്ന് ഇതിൻ്റെ ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഒരു മോഡൽ ഇതാണ്. ഈ 50,000 കോടി, ദെൻ 50,000 കോടിയിലെ ഇപ്പോൾ ഒരു 25% 25 അല്ല 30% കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രൊജക്റ്റ് കൊണ്ടുവരാം. പക്ഷേ പുതിയത് പ്രഖ്യാപിക്കുന്നില്ല. കാരണം നേരത്തെ പ്രഖ്യാപിച്ച പ്രൊജക്റ്റുകൾ എല്ലാവരും എന്നെ പറഞ്ഞ് പറ്റിച്ച്. ചൈനയിൽ ഇപ്പോൾ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞപ്പോൾ 9 ദിവസം കൊണ്ട് 1500 കിടക്കയുള്ള ഒരു ഐസൊലേഷൻ ആശുപത്രി നിർമ്മിച്ചു. 9 ദിവസം കൊണ്ട് 100 കോടി രൂപയുടെ ഒരു ആശുപത്രി ഉണ്ട്. 3 വർഷം എടുത്തു അതിന് ഭൂമി ഇപ്പോൾ ഫൈനലി കിട്ടി. എന്നിട്ട് വേണം ഇനി പണി ആരംഭിക്കാൻ. ഇനിയിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ, രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ, അടുത്ത ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ അങ്ങപ്പുറത്തേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ ബജറ്റ് രാഷ്ട്രീയമായിട്ട് ഇടത് ഗവൺമെൻറ്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായിരിക്കും അടുത്ത ഒരു വർഷം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും കൊണ്ടുള്ള ബജറ്റ്? അതിനകത്തൊരു സ്ട്രാറ്റജിക് തോട്ട് എന്താണെന്നൊന്ന് പറയാൻ കഴിയുന്നതാണോ? അപ്പോൾ 2 സമീപനങ്ങളുണ്ട്. എല്ലാ സർക്കാരുകളും ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ജനപ്രിയ പരിപാടികൾ അങ്ങ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടാണ്. വോട്ടിനെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകം രാഷ്ട്രീയം. ആ സമയത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അതാണ് ആൾക്കാർ സ്വിങ് ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ്റെ സുവിശേഷമേ അല്ല ഇന്ന് കേരളത്തിൽ. 6 മാസമായിട്ടില്ല, 1 വർഷമായിട്ടില്ലല്ലോ, ഇത്രയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ വരാം. ഇന്നത്തെ സ്ഥിതിയിൽ ഇന്നിപ്പോൾ LDFന് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സ്ഥിതിവിശേഷം. നാളെ പിന്നെയും രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങൾ വരാം. ബട്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാറ്റ് സർക്കാരിന് അനുകൂലമാണ്. ഇതാണ് ഞാൻ പറയാം. രണ്ടാമത്തത്, ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടാണ് ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് വരുന്നത്. സർക്കാരിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണെങ്കിൽ രാഷ്ട്രീയം നന്നായൊന്നും കാര്യമില്ല. അപ്പോൾ ഈ ബഡ്ജറ്റിലെ സ്ട്രാറ്റജി 1-ാം വർഷം മുതൽ പറഞ്ഞു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ല. അതൊന്ന് പൂർത്തിയാക്കണം. വലിയ പ്രൊജക്റ്റുകൾ അതിൻ്റെ ഗണ്യമായ ഭാഗമെങ്കിലും തീരണം. ഇതൊക്കെ നടക്കാൻ പോകുന്നതാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവും. 2, ഈ ഇലക്ഷൻ എടുക്കും തോറും ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിൽ കൂടുതൽ ഭിന്നിക്കും. ആ ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളെ ആവേശം കൊള്ളിച്ച് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഇറക്കാൻ പറ്റണം. അതിന് പറ്റുന്ന രീതിയിലുള്ള
ജനകീയ ക്യാമ്പയിനുകൾ വേണം. അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ആളുകൾ തയ്യാറാവുന്നത്. ഇത് രണ്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞേക്കാം, ഇനി മാറി നിന്നാലോ പാർട്ടികൾ ഇലക്ഷൻ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ക്യാമ്പയിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് മാറി നിൽക്കുന്നവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. മനസ്സിലായില്ലേ? മാറി നിൽക്കുന്നവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. അല്ലെങ്കിൽ അവരിതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇറങ്ങണം. രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ നമ്മുടെ NRCയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് പോകുന്നു എന്ന് പറയാം. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന സർക്കാരിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധിപ്പിച്ചല്ലേ പറ്റൂ. അത് സർക്കാർ പക്ഷപാതിത്വം ഇല്ലാതെ എല്ലാവർക്കും അംഗീകാരം നൽകിക്കൊണ്ട് ചെയ്യണമെങ്കിൽ ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഒരു സമീപനം ഇതാണ്. ഒന്ന് ചെയ്തുകൊണ്ടിരുന്ന വലിയ കാര്യങ്ങൾക്ക് പൂർത്തി കൊണ്ടുവരാം. രണ്ട്, ഈ താഴെത്തട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വലിയൊരു ജനകീയ ഇളക്കം, ഒരു പ്രത്യാശ ജനങ്ങളിൽ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ, തുടങ്ങി വെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. അതിനെന്തായിരിക്കും കാരണം? കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ സമയാധിഷ്ഠിതമായിട്ട് തീർക്കാൻ പാടാണ്. എന്താണ് ഇത് തടസ്സം? ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമാണോ, നടത്തിപ്പിൻ്റെ പ്രശ്നമാണോ? ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, വലിയ കാര്യങ്ങൾ ചെയ്തൊരു ശീലമില്ല. കേരളത്തിൻ്റെ വികസന അവർ മോശക്കാരായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ വലിയ തനിമകളായിട്ട് പ്രകീർത്തിക്കുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൂപരിഷ്കരണം, ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അവർ ഇതിനൊക്കെ മിടുക്കന്മാരാണ്. പക്ഷേ ആധുനിക തൊഴിൽ സംരംഭങ്ങളും പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന വമ്പം പ്രൊജക്റ്റ് വന്നാൽ പണ്ടും പരാജയം, ഇനിയും പരാജയം. സിൽവർ ജൂബിലിയോ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാത്ത ഏതെങ്കിലും മേജർ ഇറിഗേഷൻ പദ്ധതി ഉണ്ടോ? 20 കോടിക്കും 30 കോടിക്കും തുടങ്ങിയിട്ട് അവസാനിക്കുമ്പോൾ 1000 കോടിയായിട്ടും തീരുന്നില്ല. ഇതാണ് ടിപ്പിക്കൽ. ഇതൊക്കെ ടിപ്പിക്കൽ. ഇതാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം. ഈ മാത്യു ടി തോമസ് ഇറിഗേഷൻ മന്ത്രി എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അദ്ദേഹം പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം മുൻ മന്ത്രി പറഞ്ഞത്, ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് വിമർശിച്ചും തെറ്റിദ്ധാരണ വേണ്ട. അവിടെ കുട്ടനാട്ടിൽ ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് നടക്കുമ്പോൾ ഇറിഗേഷൻ്റെ അന്നത്തെ ഒരു സീനിയർ ആൾ ചോദിച്ചത്, ഇത് കൃഷിയായിട്ട് എന്ത് ബന്ധം? ഏത് അവിടുത്തെ ബണ്ട് കെട്ടും കാര്യമോ? ഞാൻ കൃഷി വെച്ചാൽ കൃഷി വകുപ്പായിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത്. ആ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ പണി ചെയ്യുന്നുള്ള ചിന്തയില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇതൊന്ന് യോജിച്ച് സംയോജിച്ച് പ്രവർത്തിക്കുക, അതവരുടെ സ്വഭാവത്തിലില്ല. മൂന്നാമത്തത്, സംരംഭകരെ മുഴുവൻ വലിയ സംശയത്തിലാണ്. നമ്മളിതിൻ്റെ മുഴുവൻ അക്കൗണ്ടബിലിറ്റിയുടെ ഒക്കത്തിൻ്റെയും കസ്റ്റോഡിയൻസാണ്. നമ്മൾ വാളും വീശി അങ്ങനെ നിൽക്കുകയാണ്. ബാക്കി വരുന്നവരൊക്കെ അതർവൈസ് പ്രൂവൺ കള്ളന്മാരാണെന്നാണ് അടിസ്ഥാന അനുമാനം. അത് വിട്ടിട്ടേ ഒരു ഫെസിലിറ്റേറ്റീവ് റോൾ അതിലേക്ക് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സംരംഭം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നോഡൽ ഓഫീസർ ഉണ്ടാവും, അയാളെ ചെന്ന് കണ്ടുവച്ചാൽ മതി, അയാളെല്ലാം ചെയ്തു തരും. ഈ രീതിയിൽ വലിയ വലിയ സംരംഭകർക്കൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ വലിയ തടസ്സമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഈ ഐസക്കിൻ്റെ 10 ബജറ്റുകൾ ഇപ്പം 11ാമത്തെ ബജറ്റ്, ഈ 10 ബജറ്റുകളിലൂടെ കണ്ണോടിക്കുമ്പോഴേ ഒരു ഫ്രാഗ്മെൻറ്റഡ് അല്ലേ എന്ന് ഞാൻ വിമർശന ബുദ്ധിയായി ചോദിക്കുകയാണ്. അതായത് വലുതും ചെറുതുമായ പദ്ധതികൾക്ക് പകരം കൂടുതലും ചെറുത് മിഡിൽ ക്ലാസ് പദ്ധതികളാണ്. 10 കോടി 20 കോടി അല്ലെങ്കിൽ 50 കോടി. അപ്പം നമുക്ക് കേരളത്തിന് വലിയ ബിഗ് ടോൾ വൺ സിംഗിൾ അറ്റ്ലീസ്റ്റ് ഇൻ എ ബജറ്റ് വേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മുടെ ബഡ്ജറ്റുകളെല്ലാം സോഷ്യൽ സെക്ടേഴ്സിനെ ഊന്നിക്കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ കൃഷിയും ചെറുകിട മേഖലയും. അപ്പോൾ മറ്റുള്ളതിനൊന്നും സ്കോപ്പ് ഇല്ല, അതിനുള്ള പണവും ഇല്ല.
പിന്നെ അത് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ KSTP വേൾഡ് ബാങ്ക് ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള 2-3 പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇറിഗേഷൻ മൺകിട പ്രൊജക്റ്റുകൾ, അതൊക്കെ എത്ര വർഷം കൊണ്ട് 10 കോടി എല്ലാ വർഷവും. ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി വഴിയുന്നത്. കിഫ്ബിയിൽ വലുതേ ഉള്ളൂ. അതുകൊണ്ടാണ് കിഫ്ബിയുടെ ദൗർഭാഗ്യം എന്ന് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാനായിട്ട് മിഷണറിക്ക് പറ്റുന്നില്ല. ഇത്രയും വലിയ ഞാൻ ചൈനയിൽ ഇപ്പോൾ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞപ്പം രസകരമായി 9 ദിവസം കൊണ്ട് 1500 കിടക്കയുള്ള ഒരു ഐസൊലേഷൻ ആശുപത്രി നിർമ്മിച്ച് കമ്മീഷൻ ചെയ്തു. 9 ദിവസം കൊണ്ട് ഞാൻ അവിടെ ഒരു കിഫ്ബിയിൽ എനിക്ക് അവിടെ ഒരു 100 കോടി രൂപയുടെ ഒരു ആശുപത്രി ഉണ്ട്. 3 വർഷം എടുത്തു തന്നെ ഭൂമി ഇപ്പോൾ ഫൈനലി കിട്ടി. എന്നിട്ട് വേണം ഇനി പണി ആരംഭിക്കാൻ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തീരുവില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. പക്ഷേ എന്നാലും സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. 1 വർഷം എടുത്ത് ഇതിൻ്റെ ഡിസൈൻ തർക്കിച്ച് തീർക്കാനായിട്ട്. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദിസ്. ഇതെല്ലാത്തിനും ഇതാണ്. അപ്പോൾ കിഫ്ബി വഴി നമ്മൾ കിഫ്ബി സംസ്കാരത്തിന് പുറത്തുള്ള സംവിധാനമാണല്ലോ ചെയ്യുന്നത്. അപ്പം അവിടെ ഈ പുതിയ ഒരു രീതി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആൻഡ് റോൾ ക്ലാരിറ്റി, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, എഫിഷ്യൻസി, ഇതിനെല്ലാത്തിനും. എന്നിട്ട് അത് സർക്കാരിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റണം. അതിനുള്ള ഒരുപാട് പരസ്പര ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വളരെ ബോധപൂർവം. ഇപ്പോൾ PWDയിൽ ഒത്തിരി പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സങ്കേതങ്ങൾ കിഫ്ബിയുടെ ഒരു സംഭാവനയാണ്. കിഫ്ബിക്ക് പിന്നെ മുതൽ മുടക്കി ഈ ഇതൊക്കെ കൊണ്ടുവരാനും എടുക്കാനൊക്കെ കഴിയുമല്ലോ. സോ പ്രീ ഫാബ്രിക്കേറ്റഡ് ടെക്നോളജി നമ്മൾ ROB പണിയാൻ പോകണം പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടിയോണ്ട് മാത്രം ഒരു വരില്ല. അപ്പോൾ 10 എണ്ണം ഒരുമിച്ച്, അപ്പോൾ 10 എണ്ണത്തിന് വേണമെങ്കിൽ അല്ലെങ്കിൽ 20 എണ്ണത്തിന് ഒരുമിച്ച് ടെൻഡർ ചെയ്താൽ 20 എണ്ണം കിട്ടുന്ന വലിയൊരു കമ്പനി ഇവിടെ ഒരു പ്രീ ഫാബ്രിക്കേഷൻ ഫാക്ടറി തന്നെ സ്ഥാപിക്കാനായിട്ട് തയ്യാറാവും. അപ്പം അങ്ങനെ പുതിയ ഒരുപാട് രീതികൾ നമ്മൾ കൊണ്ടുവരാനായിട്ട് കിഫ്ബി വഴി ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഈ 57-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ച. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗം ഏറെക്കുറെ നല്ല നിലയിൽ വളർന്നു കഴിഞ്ഞു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും ഒരു സോർട്ട് ഓഫ് ലെവലിംഗ് ആണ്. ഒരു കൊടുമുടികളില്ല. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്, മികവിൻ്റെ കേന്ദ്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇല്ല. ഇന്നത്തെ നമ്മുടെ അംഗീകൃത കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ എൻ്റെ സമീപനം. പൊതുവിദ്യാഭ്യാസം എല്ലാവരുടെ അവകാശവും കൊടുത്തേ തീരും. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഓരോരുത്തരുടെ കഴിവനുസരിച്ച്. രണ്ട്, മാനേജ്മെൻറ്റിൽ ഓട്ടോണമിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 10-20,000 പേർക്ക് പരീക്ഷ നടത്തുന്ന പരിപാടി കൊണ്ട് വിദ്യാഭ്യാസ നിലവാരം ഉയരത്തില്ല. ഓരോ സ്ഥലത്തും നല്ല അധ്യാപകരുണ്ടെന്ന് നന്നായിട്ട് പഠിപ്പിക്കണം, അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. ആൻഡ് മറ്റുള്ള ഫോറിൻ സർവകലാശാലകളൊക്കെ ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്, അക്കാഡമിക് ഇൻറ്ററാക്ഷൻസ് വർദ്ധിപ്പിക്കും. അവർ വന്നിവിടെ സ്ഥാപിക്കുകയൊന്നും വേണ്ട. പക്ഷെ അല്ലാതെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ജപ്പാനിൽ പോയി, ഇവിടുത്തെ ആളുകൾ ഇതിനാ പോയെന്നാണ് ചോദിക്കുന്നത്. ഏത് ജപ്പാൻ സർവകലാശാലയായിട്ട് നമ്മളൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടാക്കിയത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. നമ്മുടെ കുട്ടികൾ ഇവിടെയൊക്കെ പോകണം, ഇങ്ങനെ ഉന്നത സ്ഥലങ്ങളിൽ പോകണം, അവർ ലോകം കാണണം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ശരാശരിയിൽ താഴെയാണ്. അത് ഈ അഫിലിയേറ്റഡ് സിസ്റ്റമൊക്കെ വലിയ ഇതിൽ ഞാൻ പറയാമല്ലോ, ഞാൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു, ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ CDSE വന്നിട്ടാണ് ഈ അക്കാഡമിക് ഹരം എന്തെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണേ.
ഞാൻ അവിടെ വന്നിട്ടാണ് ഒരു അക്കാഡമിക് ജേണൽ വായിക്കുന്നത്, ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക്, ഒറിജിനൽ പുസ്തകങ്ങൾ വായിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ നല്ല വിദ്യാർത്ഥികൾ പോലും ഈ നിലവാരത്തിലാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്നത്. സോ ഇതാണ് എൻ്റെ സ്ഥിതിവിശേഷം. ഇതിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഇതിൽ മാറ്റം വരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു, കിഫ്ബിയിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ദേശീയ തലത്തിൽ ഒന്നിലെത്തണം, അതിനെന്ത് വേണം തന്നേക്കാം. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കാർ പറഞ്ഞു, ഞങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഞങ്ങളുടെ ഫോർട്ടയാണ്, അതിന് അന്തർദേശീയ നിലവാരമുള്ള ഒരു ലാബ് വേണം, 240 കോടി രൂപ. ഈ ലാബ് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് താമസിച്ച് മറ്റുള്ള ഗവേഷകർക്കൊക്കെ വരാൻ പറ്റണം. എല്ലാം കൂടി 240 കൊടുത്തു. എന്ത് ബാക്കിയുള്ള സർവകലാശാലകളൊക്കെ അത് നമ്മുടെ ഒരു പാത്തറ്റിക് സ്റ്റേറ്റാണ് കാണിക്കണത്. അവരെല്ലാവരും ഓഡിറ്റോറിയം ഇതെങ്ങനെ വീതം വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ട്രസ്റ്റ് കിട്ടുന്നത് 100-150 കോടി രൂപ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലിട്ട് മേക്ക് ഇറ്റ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. അങ്ങനെയുള്ള ചിന്ത ഈ അക്കാഡമിക് ഭരണാധികാരികൾക്കും ഇല്ല, ഇവർക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ഈ പങ്കുവെപ്പ് എല്ലാം തുല്യമായിട്ട് കൊടുക്കുക എന്നുള്ള ഏർപ്പാടാണ്. യു മേക്ക് സംതിങ്. ഞാൻ പറയും ഗാന്ധിജി യൂണിവേഴ്സിറ്റി അവിടെ എന്താ ബയോളജിയോ ദാറ്റ് മേ ബി ദെയർ സ്ട്രെങ്ത്, അതാവട്ടെ. കെമിസ്ട്രി നമ്മുടെ രാജശേഖരൻ സാറുണ്ടായിരുന്നപ്പോൾ ഉള്ളത്. സോ ഏതെങ്കിലും ഒന്ന് സംതിങ് ഇൻ വിച്ച് വി ക്യാൻ ബി പ്രൗഡ് ഓഫ്. സം ഡിപ്പാർട്ട്മെൻറ്റ് വേർ സ്റ്റുഡൻസ് ഫ്രം ഓൾ ഇന്ത്യ വിൽ കം. കേരളത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കണമെന്ന് ചിന്തിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് മാറും. അതാണ് ഞാൻ പറയുന്നത്. സ്റ്റിൽ ഞാൻ പാസ്സാക്കിയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റികളുടെ, കാരണം ഇതൊക്കെ മുഴുവൻ ഇങ്ങനെയുള്ള ചിന്തയാണ്. ദേ ഡോണ്ട് തിങ്ക് ഇൻ ടേംസ് ഓഫ് അക്കാഡമിക് തിങ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയിട്ടില്ല, അവരുടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ ഐ ഫെൽറ്റ് സംതിങ് വാസ് ഡിഫറെൻറ്റ്. Biotechnology, because I don't understand biotechnology, but you can sense it. This is different. ഞാൻ ഒരു പക്ഷേ അവരെന്നെ ഒന്ന് വിളിച്ചത് ഇവിടെ കയറിവിട്ട് പോകണമെന്ന് പറയാൻ കാരണം ഞാൻ അവർക്ക് 2-3 പോസ്റ്റ് കൊടുത്തു. പക്ഷേ ബയോടെക്നോളജിയിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ ബയോടെക്നോളജിയിലെ ഒരു പ്രൊഫസർ പിന്നെ ഒരു അധ്യാപകനും ബാക്കി എല്ലാം ഗസ്റ്റ് ലെക്ചറേഴ്സാണ്. എല്ലാം ഇപ്പം മാറ്റി കൊടുത്ത്, അതുകൊണ്ടാണ് അവരെന്നെ ക്ഷണിച്ചത്. You see, things are going from bad to worse. Say Kerala University Economics Department, ഞാൻ മെക്കൊക്കെ പഠിക്കുമ്പോൾ ദാറ്റ് ഈസ് എത്ര പേര് പ്രസിദ്ധരായിട്ടുള്ളവർ, അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ പേരറിയപ്പെടുന്നവർ. നൗ ഹു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ സോഷ്യൽ സയൻസ് ഞാൻ പറയണേ, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് രാജൻ ഗുരുക്കൾ ഉണ്ടായിരുന്നപ്പോൾ. ഇതൊക്കെ ഒന്നൊരു കണ്ടിന്യൂറ്റി ഇതിനൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് വ്യത്യാസം. ബട്ട് യു ആർ ട്രൂ. ഒരു കാര്യം വളരെ വ്യക്തം, ഈ കേരളത്തിൻ്റെ അടുത്ത കുതിപ്പിന് നോളജ് ഇൻഡസ്ട്രീസിലൂടെയാണ്. യു നീഡ് എൻ എക്കോസിസ്റ്റം ഫോർ ഇറ്റ്. ആ എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസും സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ്. നോളജ് ഇക്കോണമി എന്നൊക്കെ പറയുമ്പോഴേ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് അവിടെ സിലബസ് പരിഷ്കരിക്കാൻ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്താണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ പത്രത്തിൽ വായിച്ചു, അവരെല്ലാം ശാസിച്ചുകൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കി തന്നിട്ടും അവർ മാറ്റത്തിന് തയ്യാറില്ല. ഞാൻ നേരത്തെ കൊണ്ടുവന്ന ഒരുപാട് അവിടുത്തെ രീതികളുണ്ട്, തള്ളിക്കളയില്ല. ദോ അത് അൺപോപ്പുലറാണ്, അതൊന്നും വേണ്ട എന്നാണ് വെക്കുമെങ്കിലും അത് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടാവും. അത് തിരുത്താന്നല്ലാതെ വലിച്ചെറിയുന്നത് ശരിയല്ല. പക്ഷേ ഐ ഡോണ്ട് സ്പെൻഡ് മൈ ടൈം ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഈ കാഴ്ചയിൽ ദർ ആർ അക്കാഡമിക് മാനേജേഴ്സ് ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ മാസ്റ്റർ ഓഫ് ഓൾ ട്രേഡ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡായിട്ട് നടന്നിട്ടെന്താ കാര്യം? അതുകൊണ്ട് വിട്ടുകളഞ്ഞത്. ഐസക്കിൻ്റെ ബജറ്റുകളിലേക്കുള്ള
ഒരു എത്തിനോട്ടമായിരുന്നു ഇത്. എന്താണ് ബജറ്റിൻ്റെ രാഷ്ട്രീയം? എന്താണ് ബജറ്റിൻ്റെ കാഴ്ചപ്പാട്? 10 ബജറ്റുകൾ അവതരിപ്പിച്ച കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് 11ാമത്തെ ബജറ്റിൻ്റെ പണിപ്പുരയിലാണ്. തിരുവനന്തപുരം പട്ടണത്തിനടുത്ത് വിഴിഞ്ഞത്ത് സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ ആണ് ഐസക് കുത്തിയിരുന്ന് ബജറ്റ് തയ്യാറാക്കുന്നത്. 11ാം ബജറ്റിൻ്റെ പണിപ്പുരയിൽ ഐസക്കിനെ കണ്ട് വർത്തമാനം പറയുകയായിരുന്നു. തോമസ് ഐസക്കിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു.